ജനനായകൻ തിയേറ്ററിലെത്തുമോ OTT റിലീസിലെത്തുമോ എന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവസാനം ജനനായകൻ എക്സിൽ റിലീസ് ചെയ്യേണ്ട അവസ്ഥയെത്തി. ഇപ്പോൾ എക്സ് സ്റ്റാർ വിജയ് എന്നാണ് വിജയ് ഹേറ്റേഴ്സ് വിജയ് വിളിക്കുന്നത്. പക്ഷേ തമാശയൊക്കെ മാറ്റി നിർത്തിയാൽ 500 കോടി രൂപയുടെ സിനിമയാണ്. അതിന് പിന്നാലെ ഓഡിയോ ലോഞ്ചിനൊക്കെ ആയിട്ട് മലേഷ്യയിലേക്ക് പോയ ചെലവ്, അങ്ങനെ KVN പ്രൊഡക്ഷൻസിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഏകദേശം 600 മുതൽ 700 കോടി രൂപയാണ്. ഒരു സിനിമയുടെ നിർമ്മാതാവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ റിലീസ് ചെയ്യുന്ന സിനിമ, ആ ജനനായകൻ എന്ന സിനിമ തന്നെ വിജയുടെ അവസാനത്തെ ചിത്രമാണ്. വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത സിനിമ അവസാനം അത് എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ലീക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്ന വേദനാജനകമായ അവസ്ഥ എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. രണ്ട് തട്ടിലായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് വിജയ് തന്നെ ലീക്ക് ചെയ്തതാണ്, മറ്റൊന്ന് വിജയുടെ എനിമീസ് ലീക്ക് ചെയ്തതാണ്. ഒന്നാമത് 23-ാം തീയതി തമിഴ്നാട്ടിലെ ഇലക്ഷനാണ്. അപ്പോൾ അതിനു മുമ്പ് ആളുകൾ ഈ സിനിമ കാണണം, കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഇലക്ഷന് ശേഷം ആളുകൾ ഇത് കണ്ടിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് വിജയ് തന്നെ ഇത് ലീക്ക് ചെയ്തതാണെന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും 600 കോടി രൂപയോളമാണ് KVN പ്രൊഡക്ഷൻസിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. വിജയ് രാഷ്ട്രീയത്തിൽ വന്നാലും ഇല്ലെങ്കിലും KVN ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് KVNൻ്റേത് മാത്രമാണ്. അപ്പോൾ അത് നികത്തേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന രീതിയിൽ വിജയ്ക്കുണ്ട്. അവിടെ ഇതാ വിജയ് ഒരു സിനിമ കൂടി ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. യെസ്, വിജയുടെ അവസാനത്തെ ചിത്രമല്ല ജനനായകൻ, വിജയുടെ അവസാനത്തെ ചിത്രമല്ല 69-ാമത്തെ ചിത്രം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് വിജയ് ഒരു 70-ാമത്തെ ചിത്രം ചെയ്യാൻ പോകുന്നു. വിജയുടെ അവസാനത്തെ ചിത്രം 70-ാമത്തെ ചിത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, കാരണം റിപ്പോർട്ടുകൾ അത്രയും സ്ട്രോങ് ആണ്, അതിൻ്റെ സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, വിജയ്ക്ക് ഈ ഓഡിയോ ലോഞ്ചിങ് സമയത്ത് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓഡിയോ ലോഞ്ചിൽ വെച്ച് തന്നെ വിജയ് ഒരു കാര്യം പറഞ്ഞത്, നിർമ്മാതാവിനോട് നേരിട്ട് എൻ്റെ സിനിമയാണ്, എൻ്റെ അവസാനത്തെ സിനിമയാണ്, സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലും ഒട്ടാകെ തന്നെ ഒരുപാട് തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും, എന്നിട്ടും ഈ ചിത്രം ഏറ്റെടുക്കാൻ കാണിച്ച KVN പ്രൊഡക്ഷൻസിൻ്റെ ധൈര്യത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് വിജയ് ഓഡിയോ ലോഞ്ചിൽ KVN പ്രൊഡക്ഷൻസിനെ അഡ്രസ്സ് ചെയ്തത്. പക്ഷേ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മാറി, പ്രതീക്ഷിച്ചതിലും വലിയ വേഴ്സായി മാറി. ഡിസംബർ 27-നായിരുന്നു ഓഡിയോ ലോഞ്ച് ഉണ്ടായത്. പക്ഷേ ജനുവരി 9-ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം റിലീസ് ചെയ്യാതെ ഏപ്രിൽ 9-ന് എക്സിൽ റിലീസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വന്നത്. പിന്മാറി, ആമസോൺ ഒക്കെ പിന്മാറി. ഇനി ജനനായകൻ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് അറിയത്തില്ല. ജനനായകൻ്റെ അന്ത്യം ഓൺലൈനിൽ എക്സിലാണോ എന്നൊരു ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ജനനായകന് ശേഷം KVN പ്രൊഡക്ഷൻസിന് വേണ്ടി മാത്രം, ഇവർക്ക് ഇത്രയും ഉണ്ടാക്കിയ നഷ്ടം വിജയ് കാരണമാണല്ലോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിജയ് കാരണമാണ്. കാരണം വിജയ് എന്ന വ്യക്തി കാരണമാണ് ഈ സിനിമ റിലീസാവാത്തത്, ഈ സിനിമ ഇപ്പോൾ ഓൺലൈനിൽ റിലീസായിരിക്കുന്നത് വിജയ് കാരണം മാത്രമാണ്. അപ്പോൾ നികത്തേണ്ട ഉത്തരവാദിത്വം കൂടി വിജയിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ഇത്രയും വലിയ നിർണായകമായൊരു സിനിമ ഓൺലൈനിൽ റിലീസ് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, സൈക്കിളിൽ പ്രചരണത്തിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത അവിടെ ഇല്ലേ എന്നൊരു ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഒരു വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നു, അതിൻ്റെ പ്രചരണങ്ങൾ നടക്കുന്നു, എല്ലാ രീതിയിലും നടക്കുന്നു, എന്നിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുക അത് തന്നെയാണ് ലക്ഷ്യം, 23-ാം തീയതി വോട്ടെടുപ്പാണ്, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പോലും തൻ്റെ തൊഴിൽ, ആ തൊഴിലെ വളരെ മോശമായ രീതിയിൽ ഇത്രയും താരങ്ങൾ, കമൽഹാസൻ, വിജയ്, സൂര്യ, കാർത്തി എന്നിവരുൾപ്പെടെ സംസാരിച്ചിട്ട് പോലും വിജയ് ഒന്നും മിണ്ടുന്നില്ല. ഇതാണ് പ്രശ്നം. തമിഴ് സിനിമയിൽ മറ്റു താരങ്ങളൊക്കെ സംസാരിക്കുന്നു, സ്വന്തം സിനിമ എടുത്ത ആളുകൾ പോലും മിണ്ടുന്നില്ല എന്നുള്ള കൂടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് അതിനകത്ത് വേറൊരു കാര്യം വരുന്നത്. എന്തായാലും KVN പ്രൊഡക്ഷൻസിന് വേണ്ടി വിജയ് ഒരു സിനിമയും കൂടി ചെയ്യാൻ പോവുകയാണ്. തളപതി 70 എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്, ബാക്കിയുള്ള അണിയർ പ്രവർത്തകരെ സംബന്ധിച്ച് നിർണായകമായ റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന വിജയ് ആയിരിക്കില്ല നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അഥവാ തമിഴക വെട്ടിക്കഴകം, ഒരുപക്ഷെ നമുക്ക് തമിഴക വെട്ടിക്കഴകത്തെ അങ്ങ് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല കേട്ടോ. അവിടെ തമിഴ്നാട് എക്സിറ്റ് പോൾ സർവേകൾ പ്രകാരം DMK 1-ാം സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ തമിഴക വെട്ടിക്കഴകമാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത്ര വലിയൊരു ഓളം ഒരൊറ്റ മനുഷ്യനെന്ന് C. ജോസഫ് വിജയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ പരിപാടിയല്ല എന്നത് ആദ്യമേ എടുത്ത് പറയട്ടെ. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ടോക്ക് കൂടെ വരുന്നത്. സോ വിജയുടെ 70th ഫിലിം ഇസ് ഓൺ കാർഡ്സ്. ആരാധകർക്ക് തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ കഴിയുന്നൊരു സിനിമയായിട്ട് മാറുമോ എന്ന് നോക്കണം. 3 സംവിധായകരാണ് സ്വാഭാവികമായിട്ടും പ്രധാനമായും ലിസ്റ്റിൽ നിൽക്കുന്നത്. ലോകേഷ്, ആറ്റ്ലി, നെൽസൺ, വിജയുടെ ബോയ്സ് എന്ന് തന്നെ വിജയ് വിളിക്കുന്ന ഈ 3 പേരാണ്. ഈ 3 സംവിധായകരും വളരെ തിരക്കുള്ള സംവിധായകരാണ്, നമുക്കറിയാം. നെൽസൺ ആവട്ടെ നിലവിൽ ജയിലർ 2-ന് ഷൂട്ടിംഗ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് RK×KH അവരുടെ റീയൂണിയൻ, രജനികാന്ത് കമൽഹാസൻ ചിത്രം കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അത് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നതാണ്. അത് റെഡ് ജയന്റ് മൂവീസാണ് ചെയ്യുന്നത്. അതാണ് നെൽസൻ്റെ ഒരു പ്രോജക്റ്റ്. മറ്റൊന്ന് അനിരുദ്ധ ആയിരിക്കും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നെൽസന് ശേഷം നമുക്ക് സംസാരിക്കാനുള്ളത് ലോകേഷാണ്. ലോകേഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലു അർജുൻ ചിത്രമാണ്. അല്ലു അർജുൻ്റെ 23-ാമത്തെ ചിത്രമാണ് ലോകേഷ് ചെയ്യുന്നത്. അതിനുശേഷം കൈദി 2-വുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ലോകേഷ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ലോകേഷും കഴിഞ്ഞിട്ട് ഇനി ആറ്റ്ലിയാണ്.
ആറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ പ്രോജക്റ്റാണ്. അല്ലു അർജുൻ്റെ സിനിമയാണ് ആറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22ാമത്തെ ചിത്രമാണ്. റാക്ക എന്നാണ് ആ സിനിമയുടെ പേര് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റുമായിട്ട് ആറ്റ്ലിയും തിരക്കിലാണ്. ഇനി 3 സംവിധായകൻ തിരക്കിലാണ്. അപ്പോൾ ഈ 3 പേരല്ലാതെ ഇനി വേറൊരു സംവിധായകൻ എസ് വിനോദ് പോലെ പുതിയൊരു സംവിധായകൻ വരുമോ എന്നെ സംബന്ധിച്ച് ധാരണയുണ്ട്. പക്ഷേ സിനിമാ മേഖലയിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയാണ് ഒരു സിനിമ ഓൺലൈനിലൂടെ ലീക്ക് ചെയ്യുക. അതും തിയേറ്ററിൽ പോലും എത്തുന്നതിന് മുമ്പ് ഓൺലൈനിലൂടെ ലീക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു മിസ്റ്റീരിയസ് കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഇനിയും ഒരുപാട് സംശയങ്ങളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് ലീക്ക് ചെയ്യപ്പെട്ടത്, ആരാണ് ഇത് ചെയ്തത്, ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളൊക്കെ കിട്ടേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പോലും വിജയ് ആരാധകർക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ജനനായകൻ ഓൺലൈനിൽ റിലീസ് ചെയ്ത് അതിൻ്റെ റിവ്യൂകളൊക്കെ പുറത്തു വന്ന് പലരും ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പലരുടെയും ഫോണിലുണ്ട്. KVN ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊന്നും ആരും ഡൗൺലോഡ് ചെയ്യരുത്, കാണുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊക്കെ ഇപ്പോഴും പലരും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ചിത്രത്തിന് വേണ്ടി ഏകദേശം 4 മാസത്തോളമുള്ള കാത്തിരിപ്പുണ്ട്. അത് കണ്ടിട്ട് അത് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് കാണരുത് എന്ന് പറഞ്ഞാൽ പോലും എത്രയോ പേര് അത് കാണും. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ പോലും ആളുകളൊക്കെ പലരും അത് കണ്ടിട്ടുണ്ടെന്നത് വസ്തുതയാണ്. സോ എന്താണ് അവസ്ഥ? ആളുകൾ ഇത് കണ്ടിരിക്കുന്നു. ഇനി ജനനായകൻ ഒരു ഒഫീഷ്യൽ തിയേറ്റർ റിലീസ് ഉണ്ടാകുമോ, ഒരു OTT റിലീസ് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു. അതിനൊപ്പമാണ് ഈ നഷ്ടം, ഈ ഭീമമായ നഷ്ടം. ഏകദേശം ബഡ്ജറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 500 crore ബഡ്ജറ്റ് ഉണ്ട്. അതിനുശേഷം ഉണ്ടാക്കുന്ന ഇത്രയും ഡിലേ ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു 600-700 crore നഷ്ടം ജനനായകന് KVN പ്രൊഡക്ഷൻസിലൂടെ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഇത് മാറുമോ? വിജയ് ഒരു 70ാമത്തെ ചിത്രം ഉണ്ടാക്കിയെടുക്കുമോ KVN വേണ്ടിയിട്ട്? നിർണായകമായ ചോദ്യമാണ്. റിപ്പോർട്ടുകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.